അങ്ങനെ പൂരം കഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കേരളം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി കണക്കുകൂട്ടലുകളുടെയും കിഴിക്കലുകളുടെയും ഹരിക്കലുകളുടെയും 2 ദിവസങ്ങൾ. 23-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിച്ചു തുടങ്ങുമ്പോൾ ഏകദേശം 11 മണിയോടുകൂടി തന്നെ നമുക്കറിയാൻ കഴിയും വയനാട് ആർക്കൊപ്പം, ചേലക്കര ആർക്കൊപ്പം, പാലക്കാട് ആർക്കൊപ്പം എന്ന് കൃത്യമായി അറിയാൻ കഴിയും. എക്സിറ്റ് പോളുകളുടെ കാര്യങ്ങളും കണക്കുകൂട്ടലുകളും ഒക്കെ ചാനലുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് അവിടെ നിൽക്കട്ടെ. എന്നാൽ നമ്മൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം, ഈ ഇലക്ഷൻ കാലത്തുണ്ടായ വിവാദങ്ങൾ, എത്ര വിവാദങ്ങൾ, ട്വിസ്റ്റുകൾ ഒക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായത്. ചേലക്കരയിലും വയനാടും വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് EP ജയരാജൻ്റെ ആത്മകഥാ വിവാദം പുറത്തു വരുന്നത്. സരിനെ കൊണ്ടുള്ള സരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള, അതായത് പാലക്കാട് LDF സ്ഥാനാർത്ഥി സരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഭാഗമൊക്കെ പുറത്തു വന്ന് ആകെ പുകിലാകുന്നത്, EP ജയരാജൻ വിമർശനത്തിൻ്റെ മുൾമുനയിലാകുന്നത്. ഒടുവിലത് പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോൾ എന്തായി? അത് നനഞ്ഞ പടക്കം പോലെയായി. EP പറഞ്ഞത് ശരിയായിരുന്നു എന്ന് വന്നു. EP ആത്മകഥ എഴുതുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം നേരിട്ട വിമർശനങ്ങൾക്കും നടപടികൾക്കും മറുപടി പറയുന്നുണ്ട്. അതെല്ലാം വാസ്തവമാണ്. അത് അദ്ദേഹം എഴുതിയത് തന്നെ. പക്ഷേ അദ്ദേഹം എഴുതാത്ത ഭാഗം എഴുതി ചേർത്ത് അദ്ദേഹത്തിൻ്റെതായി അവതരിപ്പിച്ചുവെന്നാണ് EP പറയുന്നത്. അത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തലുകൾ. കാരണം DC ബുക്സുമായി EP ജയരാജൻ യാതൊരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. DC ബുക്സിന് ഇത്തരത്തിലൊരു പുസ്തകം വരുന്നുള്ള കാര്യം അറിയില്ല. ഇനി DC രവിയെ മാത്രമാണ് പോലീസ് മൊഴിയെടുക്കാനുള്ളത്. ബാക്കി അവിടുത്തെ സുപ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. EP-യുടെ മൊഴിയും തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് EP-യുടെ മൊഴിയും ഇനിയിപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അത് ഒരു വഴിക്ക്. ഇനി പാർട്ടി മാറി കൂറുമാറി വന്ന ആളുകൾ, ഡോക്ടർ പി സരിൻ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ കൺവീനറായിരുന്നു, സംസ്ഥാന കൺവീനറായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നാണ് നേരെ CPM പാളയത്തിലെത്തുന്നത്, സ്റ്റെതസ്കോപ്പ് മത്സരത്തിൽ മത്സരിക്കുന്നത്. അതും ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ബിനിമോളായിരുന്നു LDF നിർണയിച്ച സ്ഥാനാർത്ഥി. ആദ്യം പാലക്കാട് പോരാടാൻ ബിനിമോളെ പേരായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ബിനിമോളുടെ പേര് മാറ്റി P സരിനെ അവിടെ മത്സര രംഗത്ത് ഇറക്കുകയായിരുന്നു. അതേ അവസരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് UDF-ന് വേണ്ടി പാലക്കാട് ചാലകശക്തിയായി നിന്നത്. വോട്ടുകളൊക്കെ മുസ്ലിം ലീഗിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPI അങ്ങനെ തുടങ്ങി തീവ്ര സ്വഭാവമുള്ള സംഘടനകളൊക്കെ മുസ്ലിം ലീഗിൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഇടതുമുന്നണി കരുതുന്നത്. കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള 20% വോട്ടുകൾ കൂടി UDF-ന് ലഭിക്കും. അതായത് മുഴുവൻ മുസ്ലിം വോട്ടുകളും UDF-ന് തന്നെ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം UDF-നുണ്ട്. അതുകൊണ്ടാണ് VD സതീശനൊക്കെ പറയുന്നത് 10,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും, ഡോക്ടർ P സരിൻ 3-ാം സ്ഥാനത്ത് പോകുമെന്ന്. എന്നാൽ അങ്ങനെ കോൺഗ്രസ് ക്യാമ്പ് പാലക്കാട് പറയുന്നു. ചേലക്കരയിലും ഇത് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ വിശ്വാസവും പ്രതീക്ഷയും. രമ്യ ഹരിദാസ് 5,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ചേലക്കര വിജയിക്കും. പ്രിയങ്ക ഗാന്ധി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെയെങ്കിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കുമെന്ന് UDF വിശ്വസിക്കുമ്പോഴും അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന കാരണം 3 മുന്നണികളും ഇനിയിപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കും. NDAയും ആലോചിക്കും, അതുപോലെ തന്നെ ഇടതുമുന്നണി ആലോചിക്കും, UDF-ഉം ആലോചിക്കും. UDF-ൻ്റെ വോട്ടുകളൊക്കെ UDF-ന് ലഭിച്ചു എന്നാണ് പറയുന്നതെങ്കിലും ഇതിനകത്തൊരു വ്യക്തത, അതായത് വോട്ട് കൃത്യമായി വീണിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം മറ്റ് 2 മുന്നണികളിലുള്ള ആളുകളും പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു, പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകും, ഇനി എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകണം എന്നൊരു മനോഭാവത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാകും വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്, കോൺഗ്രസും മറ്റു മുന്നണികളും ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ചേലക്കരയിൽ രമ്യ ഹരിദാസും UR പ്രദീപിനുമാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് UDF കേന്ദ്രങ്ങളും, അതായത് കോൺഗ്രസ് ക്യാമ്പും UR പ്രദീപ് വിജയിക്കുമെന്ന് ഇടത് ക്യാമ്പും പറയുന്നത്. കാരണം അവിടെ രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയും ഇപ്പോൾ MP-യുമായ ശ്രീ രാധാകൃഷ്ണൻ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ, കെട്ടി ഉയർത്തിയ ചുവപ്പുകോട്ട കാക്കാൻ UR പ്രദീപിന് കഴിയും. UR പ്രദീപും ജനസമ്മതിയുള്ള നേതാവാണ്. അതുകൊണ്ട് ചേലക്കരയിൽ വിജയം ഉറപ്പാണ് എന്ന് LDF-ഉം പറയുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ചിലപ്പോഴൊക്കെ ഭരണമുന്നണിക്ക് അടിതെറ്റി വീഴാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് ഭരണത്തിനുള്ള വിലയിരുത്തലാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ, പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ കനത്ത തിരിച്ചടി തന്നെയായിരിക്കും. പിന്നെ പാലക്കാടിൻ്റെ കാര്യം, പാലക്കാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡോക്ടർ P സരിനെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയത്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കി. അതുപോലെ കൃഷ്ണകുമാർ, പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷനായിരുന്ന കൃഷ്ണകുമാറാണ് BJPക്ക് വേണ്ടി തേര് ഉരുട്ടുന്നത്, അല്ലെങ്കിൽ തേര് വലിക്കുന്നത്.
ഇതിൽ ആര് വിജയിക്കുമെന്ന് അല്ല, ആര് വീഴും ആര് വാഴുമെന്നൊക്കെ അറിയാൻ 23-ാം തീയതി വരെ കാത്തിരുന്നാൽ മതി. പക്ഷേ എങ്കിലും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാഗ്വാദം, അതുപോലെ തന്നെ എന്താണ് ട്രോളി ബാഗിൽ കാശ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ വിവാദം, അങ്ങനെ ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ, മാധ്യമങ്ങളിൽ തലക്കെട്ട്. അങ്ങനെ പാലക്കാട് ചേലക്കരയെയും വയനാടിനെ അപേക്ഷിച്ച് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു മണ്ഡലമാണ്. അവസാനം വരെയും വോട്ടെടുപ്പിന്റെ ദിവസം പോലും വിമർശനമാണ്. എന്താണ്, NN കൃഷ്ണദാസ് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല എന്ന വിവാദമാണ് വോട്ടെടുപ്പിനുണ്ടായത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി വോട്ടിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് ആളുകൾ എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ല എന്ന തരത്തിൽ നടത്തിയ പ്രസ്താവനയൊക്കെ വിവാദങ്ങളാക്കി മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. അതേ അവസരം തന്നെ ഇതിനൊക്കെ കൃത്യമായ മറുപടി എന്താണ്, പരസ്യ വിവാദം. സുപ്രഭാതത്തിലും സിറാജിലും വന്ന പരസ്യങ്ങളുടെ വിവാദം അവസാനിച്ചു. അതിനകത്ത് ഇനി ഒന്നും പറയേണ്ടതില്ല എന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാലക്കാടാണ് സ്റ്റാർ മണ്ഡലമായി നിലനിന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയ മണ്ഡലം പാലക്കാടായിരുന്നു. ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് കളമൊരുക്കിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ പാലക്കാടിൻ്റെ റിസൾട്ട് അറിയാനായിരിക്കും പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഏതായാലും 2 ദിവസം കൂടി, ഇന്നിപ്പോൾ 21 22, 23 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ 11 മണിയാകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ആര് വീണു, ആര് ആണ് വാഴുന്നത് എന്നൊക്കെ കൃത്യമായി അറിയാൻ കഴിയും.